നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അച്ഛനും ചേച്ചി പോലീസ് സ്റ്റേഷനിൽ വരുന്നത് പോലും ഇഷ്ടമല്ലായിരുന്നു. ചേച്ചി ഈ ജോലി ചെയ്തില്ലെന്ന് വെച്ച് അച്ഛൻ ഒരു വിഷമം തോന്നില്ല. അച്ഛൻ പോയില്ല മോളെ. ജീവിച്ചിരിക്കുന്നവരെ കുറിച്ച് ചിന്തിക്കണ്ടേ? ചിലപ്പോ അവരുടെ ഭാവിക്ക് വേണ്ടി മരിച്ചുപോയവരുടെ ചില ആഗ്രഹങ്ങളൊക്കെ മറക്കേണ്ടി വരും. ചേച്ചി എന്താ ഉദ്ദേശിച്ച? ഒന്നുമില്ല മോളെ. എന്തായാലും നീ പഠിപ്പ് വേണ്ടെന്ന് വെച്ചുള്ള പരിപാടിക്കൊന്നും ഇറങ്ങണ്ട. കുറച്ച് പേടിയുണ്ടെങ്കിലും നമ്മളിൽ മൂത്തത് ഞാനല്ലേ. അതുകൊണ്ട് തൽക്കാലം കാര്യങ്ങളൊക്കെ ചേച്ചി നോക്കിക്കോളാം. ചേച്ചി എന്ത് ചെയ്യാനാ? ആലോചിക്കാം, സമയമുണ്ടല്ലോ. നീ പോയിരുന്നു പഠിക്ക. പോടി. ചേച്ചി ഇത്രയും ധൈര്യമില്ലാത്തവളായതുകൊണ്ടല്ലേ നീ ഈ പ്രായത്തിൽ ജോലിക്ക് പോകാൻ വരെ ഒരുങ്ങുന്നത്. ചേച്ചിയോട് ക്ഷമിക്കുമോളെ. നിനക്ക് ധൈര്യം ആരാ പറഞ്ഞു? അതൊക്കെ നിന്റെ തോന്നല. തോന്നലൊന്നും അല്ല അച്ഛാ. കോളേജിൽ എല്ലാവരും എന്നെ പേടിത്തൊണ്ടിന്ന് വിളിച്ച് കളിയാക്കുക. എനിക്ക് അച്ഛന്റെ ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായേനെ. മോളെ, 7ാം ക്ലാസ് പഠിക്കുമ്പോ മഹിമയെ രക്ഷിക്കാൻ വേണ്ടി നീന്തല് പോലും അറിയാത്ത നീ പുഴയിലേക്ക് എടുത്ത് ചാടിയതല്ലേ? അപ്പോ നിനക്ക് ആ ധൈര്യം എവിടുന്നാ കിട്ടിയത്? പറ. ആ സംഭവത്തിന് ശേഷം ഞാൻ വല്ലാതെ മാറിയില്ലേ അച്ഛാ. അന്നത്തെ ഞാനല്ലല്ലോ ഇപ്പൊ. നിനക്കൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല മോളെ. അന്ന് അനിയത്തിയെ രക്ഷിക്കാൻ സ്വന്തം ജീവൻ പോലും നോക്കാതെ വെള്ളത്തിലേക്ക് എടുത്തു ചാടിയ അതേ മഞ്ജു തന്നെയാണ് നീ. മോളെ, നമ്മൾ ജീവിതത്തിൽ ശരിക്കും ധൈര്യം കാണിക്കേണ്ടത് പ്രതിസന്ധികൾ ഉണ്ടാവുമ്പോഴാണ്. ഈ കുടുംബത്തിൽ ഒരു പ്രതിസന്ധി വന്നാൽ എന്റെ മോള് ധൈര്യത്തോടെ പ്രതികരിക്കും. അതെനിക്ക് ഉറപ്പാണ്. എനിക്ക് നിന്നിലുള്ള വിശ്വാസത്തിന്റെ പകുതി നിനക്ക് നിന്നോട് തന്നെ തോന്നിയാൽ മതി. നിനക്ക് നേരിടാൻ പറ്റാത്തതായി ഒരു പ്രശ്നവും ഈ ഭൂമിയിൽ ഉണ്ടാവില്ലടോ. സമാധാനായില്ലേ? ചേച്ചി എന്തായി ചെയ്യുന്നേ? പോലീസിൽ ചേരാനുള്ള ഫോം ഫിൽ ചെയ്തോണ്ടിരിക്ക. ചേച്ചി എന്തായി ചെയ്യുന്നേ? അമ്മായി പറയുന്ന കേട്ട് എടുത്തു ചാടരുത്. ഞാൻ അമ്മായി പറയുന്നത് കേട്ടിട്ടല്ല മോളെ ഈ തീരുമാനത്തിലെത്തിയത്. അച്ഛന്റെ ഏറ്റവും വലിയ ബലം ഈ കുടുംബമായിരുന്നു. ഇത് കൈവിട്ടു പോയാൽ പിന്നെ ജീവിതത്തിൽ എന്ത് നേടിയിട്ടും ഒരു കാര്യമില്ല. ഈ കുടുംബത്തിനൊരു പ്രശ്നം ഉണ്ടായാൽ ഞാൻ എന്റെ പേടിയൊക്കെ മാറ്റിവെച്ച് ധൈര്യത്തോടെ പ്രതികരിക്കുന്ന അച്ഛൻ വിശ്വസിച്ചിരുന്നെ. ആ വിശ്വാസം ഞാനായിട്ട് തകർക്കില്ല. എനിക്ക് വേണ്ടി ചേച്ചി ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യരുത്. അങ്ങനെ ഒരു തീരുമാനം ചേച്ചി എടുത്താ ഞാൻ പഠിക്കാൻ പോവില്ല. മോളെ, നിനക്ക് വേണ്ടി മാത്രമല്ല ഞാനിത് ചെയ്യുന്നത്. എന്നെക്കൊണ്ട് പോലീസ് ആവാൻ കഴിയില്ലെന്ന് എല്ലാവരും പറയുന്നുണ്ട്. നീയും അത് വിശ്വസിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാനും മാധവന്റെ മകളല്ലേ. അച്ഛൻ ചെയ്ത ജോലി എനിക്ക് ചെയ്യാൻ കഴിയുന്ന 4 ആളെ അറിയിക്കണ്ടേ? അതിനാ ഞാൻ പോലീസ് ചേരുന്നത്. ചേച്ചി ശരിക്കും ഈ വാശിക്കാണോ പോലീസ് ആവാൻ തീരുമാനിച്ചത്? അതെ. അത് കലക്കി. ഇപ്പോഴാ ചേച്ചി മാധവന്റെ മകളായത്. ചേച്ചി അച്ഛനെ പോലെ മാസ് പോലീസാവും, എനിക്ക് ഉറപ്പാ. പക്ഷെ ചേച്ചിക്ക്
പേടി ഒരു പ്രശ്നമാവില്ലേ? അറിയില്ല, പക്ഷെ ഞാൻ എന്തായാലും മാക്സിമം ശ്രമിക്കും. അത് മതി. ശ്രമിച്ചാ നടക്കാത്ത കാര്യമുണ്ടോ? ചേച്ചി ഐശ്വര്യമായിട്ട് ഫോം ഫില്ലേ. വാ ചേച്ചി. ദാ. അമ്മാവൻ രാവിലെ തന്നെ അമ്പലത്തിൽ പോയോ? മഞ്ജുമോള് ആദ്യമായിട്ട് ഡ്യൂട്ടിക്ക് പോകാൻ പോവല്ലേ, അവളുടെ പേരിൽ ഒരു പുഷ്പാഞ്ജലി കഴിപ്പിച്ചു. അവളെന്തിയാ മോളെ, ഉറക്കമാണോ? ചേച്ചി ടെൻഷൻ കാരണം ഇന്നലെ രാത്രി ഉറങ്ങിയിട്ട് കൂടിയില്ല. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് അച്ഛന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ അപ്പോയിന്റ്മെന്റ് ലെറ്ററും യൂണിഫോമും വെച്ച് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞായിരുന്നു. അത് നന്നായി. അല്ലെങ്കിലും അവള് ഗുരുത്തോളവളാ. ഇപ്പൊ ഒരുപാട് സന്തോഷിക്കുന്നുണ്ടാവും. ചേച്ചിക്ക് നമ്മുടെ നാട്ടിൽ തന്നെ പോസ്റ്റിംഗ് കിട്ടിയത് ഒരു ഭാഗ്യായല്ലേ? എന്താ ചേച്ചി ഒരു ഉഷാറില്ലാത്ത? കൊറേ നാള് ട്രെയിനിങ്ങിൽ കഷ്ടപ്പെട്ടിട്ടല്ലേ ഈ യൂണിഫോം കിട്ടിയേ? അതിന്റെ ഒരു സന്തോഷം മുഖത്ത് കാണാനില്ലല്ലോ. ട്രെയിനിങ്ങില് എനിക്ക് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങളെയൊക്കെ പിരിഞ്ഞ് പോലീസ് ക്യാമ്പിൽ ഒറ്റയ്ക്ക് കഴിഞ്ഞപ്പോ ഞാൻ ഒരുപാട് പേടിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് തോന്നിയതിന്റെ 100 ഇരട്ടി പേടി ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഈ യൂണിഫോം ഇട്ടുകൊണ്ട് ഞാൻ നമ്മുടെ നാട്ടുകാരുടെ മുമ്പിലേക്കാ പോകുന്നത്. അവരെന്നെ കാണുമ്പോ ഓർക്ക നമ്മുടെ അച്ഛനെയല്ലേ. അച്ഛനെ പോലൊരു നല്ല പോലീസുകാരനെ ഈ നാട്ടുകാർ കണ്ടിട്ടുണ്ടാവില്ല. അദ്ദേഹത്തിന്റെ മകളിൽ നിന്നും അവരൊരുപാട് പ്രതീക്ഷിക്കും. പക്ഷെ എന്നെ പോലൊരു പേടിത്തൊണ്ടിയെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ കാരണം അച്ഛൻ ഇത്രയും കാലം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത പേര് നഷ്ടപ്പെടുമെന്ന എന്റെ പേടി. അങ്ങനെ ഒന്നും സംഭവിക്കില്ല. ഞാനടക്കം പലരും ചേച്ചിക്ക് പോലീസ് ആവാൻ കഴിയില്ലെന്ന് വിശ്വസിച്ചവരാ. ഞങ്ങളുടെ ധാരണ തെറ്റാണെന്ന് ചേച്ചി തെളിയിച്ചില്ലേ? ചേച്ചി മനസ്സ് വെച്ചാൽ ചെയ്യാൻ കഴിയാത്ത ഒന്നുമില്ല. ചേച്ചി നല്ലൊരു പോലീസ് ഓഫീസറാവും, എനിക്ക് ഉറപ്പാ. എത്രയൊക്കെ ശ്രമിച്ചാലും മാധവേട്ടനെ പോലെ ആവാൻ പറ്റുമോ? അപ്പോ പരമാവധി ഒന്നിലും ഇടപെടാതെ കൃത്യമായി ശമ്പളം വാങ്ങി വീട്ടിലേക്ക് വരാൻ നോക്ക്.